ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സോളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് സ്റ്റോറി ഓഫ് എപ്പിക്സ് സെക്ഷനിലേക്കാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് ബാക്ക് ഡ്രോപ്പ്, അതായത് ഞാൻ ഈ കർണനും കൽക്കിയും എന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഒരുപാട് കമൻസും ഫീഡ്ബാക്കും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പല ആൾക്കാരും അതല്ല കഥ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒന്നാമത് ഞാൻ ആ സിനിമയുടെ സംഭവത്തിൽ നിന്നും എൻ്റെ ഒരു അസംഷൻ പറയുകയാണ് ചെയ്തത് കർണൻ കലിയുഗത്തിൽ വരുന്നതിനെ പറ്റി. യഥാർത്ഥ പുരാണങ്ങളിലൊന്നും കർണൻ കലിയുഗത്തിൽ വരുന്നതിനെ പറ്റി ഒരു സ്റ്റോറിയും മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ അത് ആദ്യമേ പറയട്ടെ. പിന്നെ വേറെ കുറേ ആൾക്കാർ കർണനെ വെളുപ്പിച്ചിരിക്കുന്നു, കർണൻ്റെ ആളാണല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഈ കർണനും അർജുനനും പ്രത്യേക ഒരു ഫാൻസ് അസോസിയേഷൻ ഉണ്ട് എന്ന് തന്നെ മനസ്സിലായത് ആ വീഡിയോയിൽ വന്ന കമൻറ്റുകൾക്ക് ശേഷമാണ്. അപ്പോൾ എനിക്കെന്തായാലും അങ്ങനെ ഒരു ഫാൻസ് അസോസിയേഷനും കാര്യങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ എനിക്കങ്ങനെ ഒരു പ്രത്യേക ക്യാരക്ടറിനോട് ഒരു അഭിനവം എന്നും ഇല്ല. നമ്മളെല്ലാ ക്യാരക്ടറുകളെയും ഒരുപോലെ കാണുകയും കഥ അതിൻ്റെ യുക്തമായ രീതിയിൽ നിങ്ങളെടുത്ത് പറയുകയും ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. ഒക്കെ പല കഥകളും പറയുമ്പോൾ കഥകൾക്കും അപ്പുറം ഞാൻ മനസ്സിലാക്കിയ അല്ലെങ്കിൽ ഞാൻ ഇൻഫർ ചെയ്ത കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ അതിൻ്റെ കൂടെ പറയാറുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലാണ് ഞാൻ കഥകൾ പറയുന്നത്. ശരിക്കുമുള്ള കഥ അതുപോലെ 100% നിങ്ങളുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുന്നതിനേക്കാൾ ശരിക്കും അന്നൊരു കാസ്റ്റ് സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ ആ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ കാരണം മൂലമാണ് ചില കാര്യങ്ങൾ സംഭവിച്ചത്. അല്ലെങ്കിൽ ഒരു വർണ്ണ ഡിഫറൻസ് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ മൂലമാണ് അങ്ങനെ സംഭവിച്ചത്. അങ്ങനെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ പർപ്പസ്ഫുള്ളി അങ്ങനെ ചെയ്തതാണ് എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ കഥ പറയുമ്പോൾ അത് പറയാറുണ്ട്. അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് ഒരു എന്താ പറയുക, നമ്മുടെ മഹാഭാരതത്തിൻ്റെ തുടക്കം എവിടെയാണ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഒരുപാട് ഫീഡ്ബാക്ക് വന്ന കൂട്ടത്തിൽ എല്ലാവരും മഹാഭാരതത്തിൻ്റെ സീരിയസ് ആയിട്ട് പറഞ്ഞുകൂടെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഭീഷ്മരുടെ കഥ, കുന്തിയുടെ കഥ ഒക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് രണ്ട് അല്ലാതെ മെസ്സേജ് എനിക്ക് വന്നത്, ഈ മഹാഭാരതം എവിടെ നിന്നാണ് തുടങ്ങുന്നത്, പാണ്ഡവരുടെ ജനനത്തിൽ നിന്നാണ് മഹാഭാരതം കഥ തുടങ്ങുന്നത്, എന്താണ് മഹാഭാരതം കഥയുടെ ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ. അപ്പോൾ മഹാഭാരതം കഥയുടെ സ്റ്റാർട്ടിങ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കലിയുഗം ആരംഭിക്കുന്നത് ശ്രീകൃഷ്ണൻ്റെ മരണത്തോടെയാണ് കലിയുഗം ആരംഭിക്കുന്നത്. അപ്പോൾ അതിനും ഒരു 200 വർഷം മുൻപുള്ള കഥയാണ് ഈ നമ്മുടെ പാണ്ഡവരുടെയും കൗരവരുടെയും കഥ. അതിനും അപ്പുറം ഒരു 100 വർഷം ആണ് പിന്നെ പരീക്ഷത്ത് മഹാരാജാവിൻ്റെയും പാണ്ഡവരുടെ കുറച്ച് റൂളിങ്ങും ഒക്കെ ഉള്ള കഥയൊക്കെ വരുന്നു. അപ്പോൾ ഈ കഥകളെല്ലാം പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിൽ വെച്ചിരിക്കേണ്ടത്, നമ്മളൊരു യുക്തിവാദി ആയിരിക്കാം അല്ലെങ്കിൽ നമ്മളൊരു വിശ്വാസി ആയിരിക്കാം, അത് നമ്മുടെ ചോയ്സാണ്. പക്ഷേ ഇത്തരം മഹാഭാരതം എന്ന് പറയുന്ന കഥ 10,000 അല്ലെങ്കിൽ 1000 വർഷങ്ങൾക്ക് ഇപ്പുറവും വളരെ റിലവൻ്റായി നിൽക്കുന്നത് ആ കഥയിൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ആ കഥകളിലുള്ള സാരാംശങ്ങൾ എത്രമാത്രം പവർഫുൾ ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് യുഗങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഈ ഓരോ കഥയും നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ അതിന് പുതിയ ഒരു തലമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഞാൻ പറയാൻ കാര്യം, ഈ കഥകളെല്ലാം പറയുമ്പോൾ ഇതിനെ യുക്തിപരമായി ചിന്തിക്കാതെ, ഇതിനൊരു ഒരു ഏത്തിസ്റ്റ് ചിന്താഗതിയിൽ ഇതെങ്ങനെയാണ് കറക്റ്റ് ആവുന്നത് അങ്ങനെ ചിന്തിക്കാതെ, ഇതൊരു കഥയാണ്, ഇത് നടന്നിരിക്കാം ഇല്ലായിരിക്കാം, പക്ഷേ ഈ കഥയിൽ നിന്നും ഉള്ള നല്ല സാരാംശം ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിൽ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. കാര്യം വേറൊന്നും കൊണ്ടല്ല. ഇപ്പോൾ ഈ യുഗങ്ങളൊക്കെ പറയുമ്പോൾ കലിയുഗം 4 ലക്ഷം വർഷം, അതിനു മുമ്പുള്ള ദ്വാപരയുഗം 8 ലക്ഷം വർഷം എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യൻ സിവിലൈസേഷനായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് 3 ലക്ഷം വർഷമേ ആകുന്നുള്ളൂ എന്ന് സയൻസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബാലൻസിങ് ആക്ട് നമുക്ക് എപ്പോഴും വേണം. അതായത് നമ്മുടെ സയൻസ് പഠിപ്പിക്കുന്നതും സയൻസ് കണ്ടുപിടിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനും, അതേസമയം നമ്മുടെ മിത്തോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ നടന്നിരിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ അതിനെ ഉൾക്കൊണ്ടും മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം. ഒരു കോൺഫ്ലിക്റ്റിംഗ് എക്സിസ്റ്റൻസ് ആയിട്ട് ഒരിക്കലും ഉണ്ടാകത്തില്ല. നമുക്ക് ബാലൻസിങ് ആയിട്ട് എപ്പോഴും ചെയ്യാൻ പറ്റും. കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ഈ കഥകളൊക്കെ ഞാൻ വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്തിരുന്നു. എനിക്ക് എൻ്റെ അമ്മൂമ്മമാരൊക്കെ പറഞ്ഞ് കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലാതെ ബുക്ക് വായിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ഒരിക്കലും
നമ്മുടെ സയൻസ് പുസ്തകങ്ങളുമായിട്ടുള്ള അതിൽ പറയുന്ന ഫാക്റ്റ് മാറ്റൊക്കെ ഇത് കൊളൈഡ് ചെയ്യുന്നുണ്ടോ എന്നൊന്നും ഉള്ള ചിന്തയോ അല്ലെങ്കിൽ ആ സയൻസ് ഫാക്ട്സ് അക്സെപ്റ്റ് ചെയ്യുന്നതിൽ നിന്നും എന്നെ പിന്തിരിപ്പിച്ചിട്ടൊന്നുമില്ല. അത് സയൻസാണ്, നമ്മൾ പഠിക്കുന്നു. ഒരുപാട് സയൻറ്റിസ്റ്റ് എഫേർട്ട് ഇട്ട് ഡിസ്കവറിയും ഇൻവെൻറ്റും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ പഠിക്കുവാണ്. ഇതതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കി പോകുന്ന കാര്യങ്ങളാണ്. കൂടുതൽ ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു, ആഴത്തിൽ ചിന്തിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ കഥയിലേക്കാണ്. ഇന്നത്തെ കഥയിലേക്ക് നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ മഹാഭാരതത്തിൻ്റെ തുടക്കം എവിടെ നിന്നാണ് എന്നാണ് ഇന്നത്തെ കഥ. അപ്പോൾ കഥയുടെ സ്റ്റാർട്ടിങ് ഞാനീ പറഞ്ഞ പോലെ കലിയുഗത്തിൻ്റെ അവസാനം ദ്വാപരയുഗത്തിൻ്റെ അവസാനം ഭഗവാൻ ശ്രീകൃഷ്ണൻ മരണപ്പെടുന്നതോടുകൂടിയാണ് കലിയുഗം, ദ്വാപരയുഗം അവസാനിക്കുകയും കലിയുഗം ആരംഭിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ കലിയുഗം ആരംഭിക്കുമ്പോൾ പാണ്ഡവരുടെ പിന്നീടുള്ള രാജഭരണം ഏറ്റെടുക്കുന്നത്, പാണ്ഡവരുടെ കാലത്തിന് ശേഷം രാജഭരണം ഏറ്റെടുക്കുന്നത് പരീക്ഷത് മഹാരാജാവാണ്. അഭിമന്യുവിൻ്റെ മകനാണ്. അഭിമന്യുവിന് ഉത്തരയിലുണ്ടാകുന്ന മകനാണ് പരീക്ഷത്ത് മഹാരാജാവ്. ആ പരീക്ഷത്ത് മഹാരാജാവിൻ്റെ മകനാണ് ജനമേജയ മഹാരാജാവ്. അപ്പോൾ ഈ ജനമേജയ മഹാരാജാവ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു സർപ്പസത്രയജ്ഞം നടത്തും. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ തൻ്റെ അച്ഛനായ തക്ഷകൻ എന്ന് പറയുന്ന നാഗം കടിച്ചിട്ടാണ് പരീക്ഷത്ത് മഹാരാജാവ് മരിക്കുന്നത്. അപ്പോൾ തൻ്റെ അച്ഛനായ പരീക്ഷത്ത് മഹാരാജാവിനെ ഒരു നാഗം കടിച്ച് മരിക്കുന്നുണ്ട്. ഈ നാഗങ്ങളെല്ലാം സ്വയം വന്ന് ആത്മാഹൂതി നടത്തുന്ന ഒരു യജ്ഞമാണ് ഈ സർപ്പസത്രയജ്ഞം എന്ന് പറയുന്ന യജ്ഞം, സർപ്പയാഗം എന്നൊക്കെ പറയും. അങ്ങനെ ജനമേജയ രാജാവ് ആ യാഗം നടത്തുവാണ്. അപ്പോൾ അവിടെ വ്യാസമഹർഷിയുണ്ട്, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ വ്യാസമഹർഷി മഹാഭാരതം എഴുതിയതിന് ശേഷം മഹാഭാരതം തൻ്റെ മകനായ ശ്രീശുകനെ പഠിപ്പിക്കുകയാണ്. അവിടെ വെച്ചല്ല, അതിന് മുമ്പായിട്ട് ശ്രീശുകനെ പഠിപ്പിക്കുകയാണ്. പിന്നീട് ശ്രീശുകനെ പഠിപ്പിച്ചതിനോടൊപ്പം തന്നെ ഈ പല ശിഷ്യന്മാർക്കും ശിശുവനായിട്ടും വ്യാസമഹർഷിയായിട്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ സർപ്പയജ്ഞം നടന്നെടുത്ത് വെച്ചിട്ട് ഈ യജ്ഞത്തിൻ്റെ അവസാന സമയമാകുമ്പോൾ ഈ ജനമേജയ മഹാരാജാവ് വ്യാസമുനിയിലെടുത്ത് പറയും, മഹർഷി അങ്ങ് ഇവിടെ എല്ലാവരും സന്നിഹിതരാണ്, അപ്പോൾ ഞങ്ങൾക്കെല്ലാം കേൾക്കാൻ പറ്റുന്ന നല്ലൊരു കഥ അങ്ങ് പറയണം എന്ന് പറയും. അങ്ങനെ വ്യാസമഹർഷി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനെ വൈശാമ്പനയൻ അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ വൈശാമ്പനയൻ്റെ അടുത്തത് പറയും, വൈശാമ്പനയ തൻ്റെ മഹാഭാരത കഥ പറഞ്ഞാലും എന്ന് പറഞ്ഞിട്ട് അവിടെ വൈശാമ്പനയൻ തൻ്റെ ഈ മഹാഭാരത കഥ ആദ്യം തൊട്ടുള്ള കഥ ഇങ്ങനെ പറയുവാണ്, സ്റ്റാർട്ടിങ് തൊട്ടുള്ള കഥകൾ പറയുവാണ്. അങ്ങനെ ആ സദസ്സിൽ, എവിടെ ഈ സർപ്പസത്രം നടക്കുന്ന സദസ്സിൽ ഉഗ്രശ്രവസ് എന്ന് പറയുന്ന ഒരു സൂതനുണ്ടായിരുന്നു. സൂതൻ എന്ന് പറഞ്ഞാൽ ഒരു ക്ഷത്രിയന് ബ്രാഹ്മണ സ്ത്രീയിലുണ്ടാകുന്ന മകനാണ് സൂതൻ. ഈ രഥമൊക്കെ ഓട്ടിക്കുന്നതാണ് അവരുടെ അന്നത്തെ കാലത്തുള്ള അവരുടെ തൊഴിലെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഉഗ്രശ്രവസ് എന്ന് പറയുന്ന സൂതൻ ആ സദസ്സിൽ, ഈ സർപ്പയജ്ഞം നടത്തുന്ന സദസ്സിൽ പ്രസൻ്റായിരുന്നു. അങ്ങനെ ഉഗ്രശ്രവസ് കേൾക്കുന്നു. അപ്പോൾ ഈ ഉഗ്രശ്രവസ് എന്ന പേര് വരാനുള്ള കാര്യം തന്നെ കേൾക്കുന്ന കാര്യങ്ങളെ അത്യന്തം ഡീറ്റെയിൽ ആയിട്ട് ഗ്രഹിക്കാനും അത് അതേ ക്വാളിറ്റിയോടുകൂടി റീപ്രൊഡ്യൂസ് ചെയ്യാനും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനുമുള്ള കഴിവുള്ളതുകൊണ്ടാണ് അയാളെ ഉഗ്രശ്രവസ് എന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെ ഉഗ്രശ്രവസ് ഇത് കേൾക്കുന്നു. പിന്നീട് കാലങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞിട്ട് ഈ ഗോമതി നദീതടത്തിൽ വെച്ചിട്ട് നൈമിഷാരണ്യം എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ശൗനക മഹർഷികളുണ്ട്. ശൗനക മഹർഷികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഹിസ്റ്ററി ഞാൻ പറഞ്ഞുതരാം. ഈ ശൗനക മഹർഷികൾ കലിദോഷത്തിൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറാനായിട്ട് ഒരു യാഗം നടത്താനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ യാഗത്തിന് എത്തിച്ചേരുവാണ് ആര്? നമ്മുടെ ഉഗ്രശ്രവസ്. അങ്ങനെ ഉഗ്രശ്രവസ് അവിടെ അവരുടെ ആവശ്യപ്രകാരം മഹാഭാരത കഥ പറയുകയും പിന്നീട് അത് ഇങ്ങോട്ട് ട്രാൻസെൻഡായി വരികയുമാണ് ചെയ്തിരുന്നത്. ഈ പല ആൾക്കാരും ചോദിക്കുമ്പോൾ ആ വ്യാസൻ എഴുതിയ മഹാഭാരതം ഉണ്ടോ, ഇതെവിടെയാണ് എന്നൊക്കെ ചോദിക്കും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആ വ്യാസൻ എഴുതിയെന്ന് പറയുന്ന ഒരു മഹാഭാരതം നമുക്ക് ഇല്ല. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മഹാഭാരതത്തിൻ്റെ ഏറ്റവും ഓൾഡസ്റ്റ് കോപ്പി
പ്രിസർവ് ചെയ്തിരിക്കുന്നത് ജർമ്മനിയിലെയോ ലണ്ടനിലെയോ ഏതോ ലൈബ്രറീസിൽ അവർ വളരെ പിന്നെ സോഫിസ്റ്റിക്കേറ്റഡുള്ള മെത്തേഡ്സൊക്കെ വെച്ചിട്ട് അവരവിടെ സ്റ്റോർ ചെയ്തൊക്കെയാണ് ഈ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഓൾഡസ്റ്റ് കോപ്പി. അത് ഏത് കോപ്പിയാണെന്നൊക്കെ നെറ്റിൽ തന്നെ പല അഭിപ്രായങ്ങൾ അതിനെ പറ്റിയൊക്കെ ഉണ്ട്. അത് ചില സ്ക്രിപ്റ്റ്സൊക്കെ സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ ജർമ്മൻസ് ബ്രിട്ടീഷ് സ്ഥലങ്ങൾ അറ്റാക്ക് ചെയ്തപ്പോൾ അത് നശിച്ചു പോയെന്നും റിമൈനിങ് ആയിട്ടുള്ളത് മാത്രമാണ് അവിടെ ഉള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. അതിനെപ്പറ്റി ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ലൈബ്രറിയിലുള്ള ആൾക്കാരും ആരും തന്നെയും പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ കഥയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉഗ്രശ്രവസ് പറയുന്നതും പിന്നീട് ഉഗ്രശ്രവസിൽ നിന്നും കേട്ട് തലമുറകളായി വന്നിരുന്നതാണ് മഹാഭാരത കഥ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ശൗനക മഹർഷികളാണ് ഈ കലിദോഷ ദുരിതങ്ങൾ മാറാനായിട്ട് ഈ യജ്ഞം ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ മകനാണ് ഭൃഗു മഹർഷി. വളരെ പ്രഗത്ഭനായ ഒരു മഹർഷിയാണ് ഭൃഗു മഹർഷി. ഈ ഭൃഗു മഹർഷിയുടെ മകനാണ് ചവന്യൻ. നമ്മൾ ഈ ചവന്യപ്രാശമൊക്കെ പറയുന്ന അതേ ചവന്യ മഹർഷി തന്നെയാണ്. അദ്ദേഹത്തിന് ഉണ്ടാകുന്ന മകനാണ് പ്രമതിയും ഒരു മുനിയായിട്ടുള്ള മകനാണ്. ഈ പ്രമതി എന്ന് പറയുന്ന മഹർഷിക്ക് കൃതാജി എന്ന് പറയുന്ന ഒരു അപ്സര കന്യകയിൽ ഉണ്ടാകുന്ന മഹർഷിയാണ് ശുനക മഹർഷി. ഈ ശുനക മഹർഷിയുടെ മകനാണ് ശൗനക മഹർഷികൾ. അവർക്ക് 2 മക്കളുണ്ട്. ഒന്ന് എനിക്ക് തോന്നുന്നു തരു എന്നും മറ്റേ ആളുടെ പേര് ശുനകനെന്നുമാണ്. അതായത് നമ്മുടെ ഈ പിന്നെ പ്രമതി മഹർഷിക്ക് കൃതാജിയിലുണ്ടാകുന്ന 2 മക്കളാണ്. ഒന്ന് തരുവും ഒന്ന് ശുനകനും. അതിൽ ഈ ശുനക മഹർഷിയുടെ മകനാണ് ശൗനക മഹർഷി. അങ്ങനെയാണ് ആ ശൗനക മഹർഷികൾ നടത്തുന്ന യജ്ഞത്തിൽ ഉഗ്രശ്രവസാണ് മഹാഭാരത കഥ കലിയുഗത്തിലേക്ക് കൊണ്ടുവരുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ വൈശാമ്പനയെ പറയുന്നത് ഏതാണ്ട് കലിയുഗത്തിൻ്റെ ഒരു വെരി സ്റ്റാർട്ടിങ് പോയിന്റിലായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ടൊരു വലിയ ആൾക്കാരിലേക്ക് ആ കഥ എത്തിച്ചേരുന്നത് ഉഗ്രശ്രവസിലൂടെയാണ്. അപ്പോൾ ഉഗ്രശ്രവസ് പറയുന്ന കഥ നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ, ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് പറഞ്ഞു പോവാം. അപ്പോൾ ഇതാണ് മഹാഭാരതത്തിൻ്റെ തുടക്കം. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ പോലെ നമ്മൾ ഈ കഥകൾ പറയുമ്പോഴെല്ലാം ഈ എന്താണ് റിയാലിറ്റി, അല്ലെങ്കിൽ എന്താണ് സയൻസ്, അല്ലെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നു, ഇങ്ങനെയായി എന്നൊന്നും ചിന്തിക്കാതെ ഈ കഥകളിലുള്ള സാരാംശം മനസ്സിലാക്കുക. ഇത് ഒരു കാലത്ത് മഹാഭാരതം എന്ന് പറയുന്ന ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആ ഭാരത സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു ഈ കഥകളെല്ലാം. നമ്മുടെ സംസ്കാരം ഉരുത്തിരിഞ്ഞ് വന്നതിൽ ഈ മഹാഭാരതം എന്ന ഇതിഹാസം വഹിച്ചിരിക്കുന്ന പങ്ക് വളരെ 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 വലുതാണ്. ശശി തരൂറിൻ്റെ ഒരു നോവലുണ്ട്, ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ. ശശി തരൂറിൻ്റെ ഒരു ബുക്കുണ്ട്, ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എന്ന് പറഞ്ഞിട്ട്. കാര്യം അദ്ദേഹം ആ ബുക്കിൽ പറയുന്നത് ഇന്ത്യയിലുള്ള ഏത് സിനിമ എടുത്താലും പിന്നെ ബുക്ക് എടുത്താലും അതിൽ മഹാഭാരതത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകും എന്നാണ്. അങ്ങനെ നമ്മുടെ സൊസൈറ്റിയൊക്കെ ഇത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ഗ്രന്ഥം വേറെയില്ല. അപ്പോൾ ആ ഒരു സെൻസിൽ ഇത് കാണാനും മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉഗ്രശ്രവസ് പറഞ്ഞ രീതിയിൽ ഇനി അങ്ങോട്ട് മഹാഭാരതത്തിൻ്റെ ബാക്കിയുള്ള കഥകൾ പിന്നെ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ വാച്ച് ചെയ്തതിനും കമൻറ്റ്സ് ഇട്ടതിനും ഫീഡ്ബാക്ക് തന്നതിനൊക്കെ വലിയ താങ്ക്സ്.